ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. പേപ്പർ കമ്മലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈ സ്റ്റെപ്പ് അറിയായിരിക്കും. A4 ഷീറ്റിന്റെ വേസ്റ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. A4 ഷീറ്റിനെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ സ്ട്രിപ്പുകളാക്കി 15 സ്ട്രിപ്പോളാണ് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് കുറച്ച് ക്ഷമയോടെ ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഒട്ടിച്ച 15 സ്ട്രിപ്പുകളും ഇതുപോലെ റൗണ്ടിൽ ചുറ്റിയെടുക്കണം. ഇങ്ങനെ ചുറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2.5 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്ററിനടുത്ത് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ലാസ്റ്റ് പാർട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ 2 വിരൽ വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ബാക്കിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 4 ഡിസൈൻ ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ സിമ്പിളാണ്. പിന്നെ ഒട്ടിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഉൾഭാഗത്ത് പശ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ഡിസൈൻ അതുപോലെ ഇരിക്കുള്ളൂ. പ്രിന്റ് വിസിബിൾ ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ആ ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഡിസൈൻ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ഒരു ബേസിക് സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ സ്നോമാൻ്റെ മൂക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യാത്തത്. ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം പേപ്പറോ പെൻസിലോ യൂസ് ചെയ്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്നോമാൻ്റെ മൂക്ക് റെഡി. അടുത്തത് സ്നോമാൻ്റെ ക്യാപ്പാണ് ഉണ്ടാക്കുന്നത്. അതും ബേസിക് സ്റ്റെപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ വൈറ്റ് കളർ പേപ്പർ നമ്മൾ ഇതുപോലെ ചുറ്റിയപ്പോൾ ഭയങ്കര ടൈറ്റിലാണ് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് ലൂസായിട്ട് ചുറ്റി കൊടുത്താൽ മാത്രമേ ഈ ഡിസൈൻ കിട്ടുകയുള്ളൂ. നേരത്തെ ഡിസൈനും ഈ ഡിസൈനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് സ്നോമാൻ്റെ ഫേസിലുള്ള കാര്യങ്ങൾ മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുവരെ എത്തിയപ്പോൾ തന്നെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സ്നോമാൻ ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നോമാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വർക്ക് കീ ചെയിൻ ആയിട്ടോ ടേബിൾ ഡെക്കോർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം.